തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവ് പോ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ. എഴുതിരി വിളക്കിന്റെ മുന്നിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്? എഴുതിരി വിളക്കിന്റെ മുന്നിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്? കനകമഞ്ചാടി പോലെ തേടുന്നു ഗോപികേ കിനാവിലെ മനോഹരേ. മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. പവിഴമന്താരമാല പ്രകൃതി നൽകുമീ നേരം, മോഹകുങ്കുമം പൂശിനി ആരെ തേടുന്നു ഗോപികേ കിനാവിലെ സുമംഗലേ.
ഇതിപ്പോ ഏതാ അടിക്കണേ? ആ ഹലോ, ഡി ഐ ജി ഹിയർ. ഇത് കേണൽ നായരാണ്. തനിക്കിപ്പോ എന്താ? അയ്യോ, കേണൽ നായരാണോ? പറയൂ. ആ ആഫ്രിക്കക്കാരനെ പിടികൂടിയിട്ടുണ്ട് ആ, സാർ. ഏ? ഉടനെ ഗോപിക മോളുടെ തറവാട്ടിലെത്തണം. അവൻ അവിടെ ഉണ്ട്. താങ്ക് യു സർ, താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. ഈയിടെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട മിസ് ഗോപിക വർമ്മയുടെ അച്ഛനമ്മമാരെ ലണ്ടനിൽ വെച്ച് കൊല ചെയ്ത സൈമൺ ആന്റണി എന്ന ഇന്റർനാഷണൽ കില്ലറെ പോലീസ് അറസ്റ്റ് ചെയ്തു. DIG ചന്ദ്രശേഖര മേനോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സൈമൺ ആന്റണിയുമായി ബന്ധമുള്ള മറ്റു ചില കുറ്റവാളികളെക്കുറിച്ചും പോലീസിന് വ്യക്തമായ സൂചന. സൈമൺ ആന്റണിയെ പിടികൂടിയതിലുള്ള ക്രെഡിറ്റ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. പിന്നെ ആരാണ് താങ്കളെ ഈ കൃത്യനിർവഹണത്തിൽ സഹായിച്ചത്? കേണൽ നായർ എന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഇയാളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തന്നത്. അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥലത്ത് ചെന്ന് ഒരു ബലപ്രയോഗം കൂടാതെ ഈ ഇന്റർനാഷണൽ കില്ലറെ അറസ്റ്റ് ചെയ്യേണ്ട ജോലിയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇതിന് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കേണൽ നായരോട് കടപ്പെട്ടിരിക്കുന്നു. അങ്കിളിന് എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞു? അങ്കിൾ അവിടെ വന്നിരുന്നു. തറവാട്ടി വെച്ച് വേണുവിനെ കാണുമെന്ന് അങ്കിളിന്റെ ചെവി പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ. അപ്പോഴാണ് ബോധമറ്റ് കിടന്നിരുന്ന മോളയും തോളിലേറ്റി വേണു ഹോസ്പിറ്റലിലേക്ക് വരാൻ ഒരുങ്ങുന്നത് കണ്ടത്. ഞാൻ അവനെ തടഞ്ഞു. കാരണം അവൻ എന്നെ പോലെ പുറത്തിറങ്ങി നടന്ന പോലീസ് പിടിക്കില്ലേ. പക്ഷേ മോളെ എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ അവന് മടിയായിരുന്നു. പിന്നെ ഞാനായാലും അവനായാലും ഒന്നല്ലേ എന്ന് ചോദിച്ചപ്പോ വഴങ്ങി. അങ്ങനെയാ തന്നെ ഞാൻ ഇവിടെ എത്തിച്ചത്. അപ്പൊ വേണു? പേടിക്കണ്ട, അവനൊന്നും പറ്റിയിട്ടില്ല. അവനോട് ഞാൻ ഓടിപ്പൊക്കളാൻ പറഞ്ഞു. ചിരിച്ചാ പോരാ, വേണുവിനെ രക്ഷിച്ചതിന് അങ്കിളിനോട് ഒരു താങ്ക്സ് പറ. Come on. Come on. Proceed. Hmm. Do you want hear another happy news? നമ്മുടെ വേണുവിന്റെ മദറിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു സീരിയസ് ഓപ്പറേഷൻ. ഇതൊരു സാഡ് ന്യൂസ് അല്ലേ? ഉവ്വ് സർ, സാഡ് ന്യൂസ് ആണ് അവന്. പക്ഷെ എനിക്കിതൊരു ഹാപ്പി ന്യൂസ് ആണ്. മദറിനോടുള്ള വേണുവിന്റെ സ്നേഹവും ആദരവും എനിക്ക് നന്നായിട്ട് അറിയാം. മദറിന് അസുഖമാണെന്ന് കേട്ടാൽ വേണു എവിടെയാണെങ്കിലും പറന്നു വരും. വരണം. അപ്പൊ ഞാൻ അവനെ പൊക്കും. ഇപ്പൊ എന്തു പറയുന്നു? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
എന്താ മോളെ? മോളെ പിടിച്ചേ. മദർ, ചുറ്റും പോലീസുകാരാ. മദറിനെ കാണാൻ ഞാൻ വരുമ്പോ എന്നെ പിടിക്കാൻ. എന്നാലും ഞാൻ ഇനിയും വരും. വരാതിരിക്കാനാവില്ല എനിക്ക്. മദർ എനിക്ക് മാപ്പ് തരണ്ട. എന്നും മദറിനെ കാണാൻ എന്നെ അനുവദിച്ചാൽ മതി. അത് മതി, അത് മതി എനിക്ക്. നിന്റെ മുഖം എനിക്ക് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? വേണു ഇവിടെ വന്നിരുന്നു ഇല്ലേ? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും ശിക്ഷിക്കരുത് സാർ. എന്താ ചൂട് അല്ലേ? ഓ, അത്രയ്ക്ക് ചൂടൊന്നുമില്ല. പതിവില്ലാതെ ഈ വഴി ഈ സമയത്ത് എന്താ? പതിവില്ലാത്ത പലതിന്റെയും അർത്ഥമാണ് എനിക്കും അറിയേണ്ടത്. എന്ന് മുതലേ അങ്കിളിന് ഓർമ്മക്കുറവ് തുടങ്ങിയത്? എന്തേ? അങ്കിൾ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു കാര്യം മറന്നു. ഞാൻ സമ്മാനിച്ച ഈ ടവൽ. താങ്ക് യു. ഈ ടവൽ കുട്ടിക്കിത് എവിടെ നിന്ന് കിട്ടി? അങ്കിൾ മറന്നോ? എന്റെ ബെഡിൽ മറന്നു വെച്ചിട്ടാണ് അന്ന് അങ്കിൾ പോയത്. മോളെ, കട്ടിലിൽ നിന്ന് തന്നെയാണോ നോക്കിയത് കിട്ടിയത്? അതെ. കൂൾ ഡൗൺ അങ്കിൾ. ഇതിൽ ഇത്ര വേവലാതിപ്പെടാൻ എന്തിരിക്കുന്നു? പ്രായമാവുമ്പോ മറവിയും ഓർമ്മ പെശകും സാധാരണ. എക്സാക്ട്ലി. ഒരു പോം വഴിയേ ഉള്ളൂ ഇതിന്. കൂട്ടിനൊരാളെ കണ്ടുപിടിക്കുക. മറന്നാൽ ഓർമ്മിപ്പിക്കാനും തെറ്റിയാൽ തിരുത്താനും ഒരു കൂട്ടുണ്ടായാലല്ലേ പറ്റൂ. അതിപ്പോ എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പ്രായം കുറെ ആയില്ലേ? 60. ജരാനര കയറിയിരിക്കുന്ന ഈ വൃദ്ധന് ഇനി ആര് പെണ്ണ് തരാനാ? എന്നതാ കേട്ടോ, എന്റെ കസ്റ്റഡിയിൽ ഒരാളുണ്ട്. അങ്കിളിനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന സുന്ദരിയും സുശീലയുമായ ഒരു പാവം പെൺകുട്ടി. എന്നെ പോലെ. ആലോചിക്കട്ടെ ഞാൻ. താൻ കാര്യമായിട്ടാ? ഇത് പിന്നെ തമാശ പറയാനുള്ള പ്രശ്നമാണോ? ദാ ആളെ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഗെറ്റപ്പ് ഗെറ്റപ്പ് ഗെറ്റപ്പ്. എന്താ മോളെ ഇത്? ചില സമയത്ത് നിന്റെ സമയല്ല. വെച്ചോളൂ. കണ്ണടയ്ക്ക്. കണ്ണടയ്ക്കാൻ. Don't open your eyes. കണ്ണു തുറന്നോളൂ.
സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. മോളെ എല്ലാം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഗോപിക മോള് പ്രച്ഛന്ന വേഷ മത്സരത്തിന് പോവുമൊന്നുമല്ല. ഇതെന്റെ യൂണിഫോമാ. DIG സാർ പറഞ്ഞതുകൊണ്ട് വേലക്കാരിയായിട്ട് അഭിനയിച്ചതാ. ശരിക്കും ഞാനൊരു SI-യാ. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടമായിരുന്നു. ചേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് മോള് പറഞ്ഞപ്പോഴേ അറിഞ്ഞത്. അത് പിന്നെ എന്താ മോള് പറഞ്ഞത് സത്യമല്ലേ? എന്നെ ഇഷ്ടമല്ലേ? എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലേ? മൗനം സമ്മതാണെന്ന് എനിക്ക് അറിയാം. എന്താ വടി ദേ, ഇനി വാക്ക് മാറരുത് കേട്ടോ. മാറിയ അറിയാലോ, ഞാൻ പോലീസാ. പോലീസ് മുറ പ്രയോഗിക്കാൻ എനിക്ക് ഒരു മടിയും ഇല്ല. പോട്ടെ. നോക്കിക്കോ. ഹായ് ചേട്ടാ. അയ്യോ അയ്യോ അമ്മേ. അയ്യോ ആ പടം കീറിക്കളയല്ലേ? അത് അതെന്റെയാ. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ആളല്ലേ ഇത്? അതൊക്കെ പത്രക്കാര് വെറുതെ പറയുന്നതല്ലേ. അവർക്ക് വേറെ എന്തോന്ന് പണി? കുട്ടിക്ക് ഇയാളെ അറിയോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. വൺ വേയാ. എനിക്ക് അങ്ങോട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ടുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. ഈ ആണുങ്ങളുടെ കാര്യമൊക്കെ അങ്ങനെയാ. ഇഷ്ടമുണ്ടെന്ന് ആദ്യം ഒന്നും സമ്മതിക്കേയില്ല. എന്ന് വെച്ച് നമ്മൾ വിടാൻ പാടുണ്ടോ? പിടിച്ചു വെച്ച് സമ്മതിപ്പിക്കണം. അതാ മെടുക്ക്. അയ്യോ തല്ലി വിട്ടില്ലേ? എവിടെ? നമ്മളൊന്ന് തൊട്ടാ ഏതാണ് മയങ്ങിപ്പോവില്ലേ? ആഹാ, അപ്പൊ ചേച്ചിക്ക് ഈ ഫീൽഡിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലേ? നോക്ക് നോക്ക്. ചേട്ടൻ ചേട്ടാ ചേട്ടാ ചേട്ടന് 100 ആയുസ് ചേട്ടാ. ചേട്ടന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ ഞാൻ നാക്കെടുത്തതേ ഉള്ളൂ. നമ്പർ അടിക്കണ്ട കേട്ടോ. എനിക്കറിയാം എന്നോട് ഇഷ്ടമുണ്ടെന്ന്. സമ്മതിക്കാഞ്ഞിട്ടല്ലേ? എന്നാ ഇന്ന് ഞാൻ സമ്മതിപ്പിക്കും. ആ ചേച്ചി പറഞ്ഞല്ലോ സമ്മതിപ്പിക്കാന്ന്. ആ ചേച്ചി എന്നെ കാണാനല്ലേ ഇത്രയും ദൂരം വന്നത്. പിന്നെ എങ്ങോട്ടാ ഓടുന്നേ? പറയുന്നേക്ക്. അന്ന് ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്നോട് ഇഷ്ടമുണ്ടെന്നല്ലേ?